അനേക കഷ്ടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും മനുഷ്യ സമൂഹം കടന്നു പോകാറുണ്ട്. അത് വിശ്വാസിയും അവിശ്വാസിയും എല്ലാം അങ്ങനെയുള്ള പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടതായി വരും. എന്നാൽ പ്രതിസന്ധി വേളകളിൽ നാം അതിനെ എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളതാണ് ലോകം നമ്മളെക്കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്തുയേശുവിൻ്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ വസിക്കുന്നുവല്ലോ. അതെ, നാം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ, തിന്മ, നിന്ന ഇവയൊക്കെയും നാം സഹിക്കേണ്ടി വന്നാൽ ദൈവവചനം പറയുകയാണ് നാം ഭാഗ്യവാന്മാർ. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുടെ മേൽ ഇരിക്കുന്നുവല്ലോ. അതെ, ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനായിരുന്നു യോബ്. എന്നാൽ പ്രതിസന്ധി വേളകളിൽ വളരെ ധൈര്യത്തോടെ ആത്മാഭിമാനത്തോടെ താൻ വിളിച്ചു പറയുകയാണ്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കും, അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കും, അവനെ അന്യ കണ്ണുകൊണ്ടല്ല സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ കാണും. പിന്നെയും പൗലോസ് പറയുന്നു, കഷ്ടത സഹിപ്പാൻ എനിക്ക് വരം ലഭിച്ചിരിക്കുന്നു. പത്രോസ് പറയുന്നു, നിങ്ങൾ ഭാഗ്യവാന്മാർ. അതെ, നമ്മുടെ ജീവിതത്തിൽ അനേക പ്രതിസന്ധികൾ, ഭാരങ്ങൾ, നിരാശകൾ കടന്നു വരാം. ദൈവവചനത്തിലും കാണുന്ന അനേക ഭക്തന്മാർ അനേക പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. എന്നാൽ ഓരോ സമയത്തും ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവരെ നിറയ്ക്കുകയും ദൈവത്തിൻ്റെ ശക്തി പകർന്ന് അവരെ ബലപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് നമ്മുടെയും ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധി വേളകളിൽ നാം ദൈവസന്നിധിയിൽ ശക്തി ആർജിച്ചുകൊണ്ട് ബലവും ധൈര്യവും ഏറ്റെടുത്ത് ദൈവകൃപയ്ക്കായി നാം ഒരുങ്ങി മുൻപോട്ട് പോകുമെങ്കിൽ തീർച്ചയായും നമ്മുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ കാരണമായി തീരും. അതെ, ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി കഷ്ടത സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഉണ്ട്. അതുകൊണ്ട് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിയേണ്ടതിനെക്കുറിച്ച് ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ ഭാഗ്യകരമാകുന്ന പ്രത്യാശയിൽ നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.